ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ലോകത്തിലെ വിദ്യകൾ ചെറിയ കുട്ടിക്കാലം മുതലേ നമ്മൾ പഠിക്കുന്നു. ആരുടെയും പ്രേരണ ഇല്ലെങ്കിലും സ്വയമേവ അവയെല്ലാം പഠിക്കുക സ്വാഭാവികമാണ്. കാരണം നമ്മുടെ അന്തർഗതമായിരിക്കുന്ന മനസ്സ് എപ്പോഴും ബഹിർഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബാഹ്യലോകത്തെക്കുറിച്ച് അറിയാനുള്ള ത്വര ഏതൊരു ജീവനുമുണ്ട്. എന്നാൽ തന്നിൽ താനായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന തൻ്റെ ഉറവിടം എന്താണെന്ന് അറിയാനുള്ള ജിജ്ഞാസ ആരിലും കാണുകയില്ല. ആരിലും എന്ന് പറയുന്നത് ശരിയല്ല, അധികം ആളുകളിലും കാണുന്നില്ല. അല്പം ചില വ്യക്തികൾ തന്നിലേക്ക് ആണ്ടിറങ്ങി സത്യം കണ്ടെത്തിയവരെയും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ തൻ്റെ യഥാർത്ഥമായ സ്വരൂപത്തെ അറിയുന്നതിന് ആത്മവിദ്യ എന്ന് പറയുന്നു. അധ്യാത്മവിദ്യാഭ്യാസത്താൽ അജ്ഞാനം നഷ്ടമാവുകിൽ. അധ്യാത്മവിദ്യാഭ്യാസത്താൽ അധ്യാത്മമായിട്ടുള്ള തന്നെ സംബന്ധിച്ച, അതാണ് അധ്യാത്മം എന്നാൽ തന്നെ സംബന്ധിച്ച ജീവനെക്കുറിച്ച് ഉള്ള അറിവ് നേടിയാൽ അജ്ഞാനം നഷ്ടമാവുകിൽ. ശരീരാത്മഭ്രമം നീങ്ങി ബ്രഹ്മാത്മാനുഭവം വരും. യഥാർത്ഥത്തിലുള്ള സുഖം നമുക്ക്, അല്ലെങ്കിൽ ആനന്ദം നമുക്ക് ഈ ലോക വസ്തുക്കളിൽ നിന്നും ലഭിക്കുകയില്ല. അധ്യാത്മവിദ്യാഭ്യാസത്താൽ അജ്ഞാനം നഷ്ടമാവുകിൽ. അധ്യാത്മവിദ്യാഭ്യാസം കൊണ്ട് ആത്മാവിനെ അറിയില്ല എന്നതാണ് അജ്ഞാനം. അജ്ഞാനം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശേഷിക്കുന്നത് ജ്ഞാനമാണ്. ആ ജ്ഞാനം ആത്മാവിനെ സംബന്ധിച്ചതാണ്. അധ്യാത്മവിദ്യാഭ്യാസത്താൽ അജ്ഞാനം നഷ്ടമാവുകിൽ. ശരീരാത്മഭ്രമം നീങ്ങി ബ്രഹ്മാത്മാനുഭവം വരും. ഈ ശരീരമാണ് ഞാൻ എന്ന തോന്നൽ ഇല്ലാതെയായി ബ്രഹ്മമാണ് നാം എന്ന നിർവൃതി നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതാണ് ഈ ശരീരത്തിലിരുന്ന് നാം നേടേണ്ട പരമപ്രധാനമായ അറിവ്. ആ അറിവ് നേടാനായിരിക്കണം നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അധ്യാത്മവിദ്യാഭ്യാസത്താൽ, ആത്മീയമായ വിദ്യ അഭ്യാസം കൊണ്ട് മാത്രമേ നമുക്ക് നേടാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഒരു ചെറിയ കുട്ടി ഒന്ന് എഴുതാൻ എത്ര പാടുപെടുന്നു. നിരന്തരമായ അഭ്യാസം കൊണ്ട് പിന്നെ അവർക്ക് എഴുതാൻ ഒരു വിഷമവും ഉണ്ടാവുകയില്ല. വായിക്കാനും അപ്രകാരം തന്നെയാണ്, കാര്യങ്ങൾ ഗ്രഹിക്കാനും അതുപോലെ തന്നെയാണ്. അഭ്യാസം കൊണ്ടാണ് എന്തും നമുക്ക് നേടാൻ സാധിക്കുന്നത്. അധ്യാത്മവിദ്യാഭ്യാസത്താൽ അജ്ഞാനം നഷ്ടമാവുകൽ. അധ്യാത്മവിദ്യാഭ്യാസം നേടിയാൽ നമ്മൾ ജ്ഞാനികളായി മാറുന്നു. ജ്ഞാനിയായി മാറുമ്പോൾ അജ്ഞാനം നശിക്കുന്നു. അജ്ഞാനം നശിക്കുമ്പോൾ ഞാൻ ദേഹമാണെന്ന ബോധം നമുക്ക് ഇല്ലാതെയായി ആത്മാവാണെന്ന ബോധം ഉണ്ടാകുന്നു. ഞാൻ ആത്മാവാണ് എന്ന ബോധം ഉണ്ടായിക്കഴിയുമ്പോൾ ബ്രഹ്മാനന്ദം എന്താണ് എന്ന് നമുക്ക് അനുഭവമാകും. കാരണം ആത്മാവ് ആനന്ദസ്വരൂപിയാണ്. ആ ആനന്ദ അനുഭവം നമുക്ക് ലഭിക്കാൻ അധ്യാത്മ വിദ്യാഭ്യാസം കൂടിയേ കഴിയൂ. അതിനാൽ ഈ സുഭാഷിതരത്നത്തെ നമ്മൾ വീണ്ടും വീണ്ടും മനനം ചെയ്ത് അധ്യാത്മവിദ്യ അഭ്യസിക്കാനായി നമ്മുടെ ജീവിതത്തെ നമ്മൾ വിനിയോഗിക്കണം. ഇതൊഴിവാക്കിയിട്ട് ബാക്കി എന്തറിവ് നമ്മൾ നേടിയാലും നമുക്ക് കൃതാർത്ഥത ഉണ്ടാവുകയില്ല. മറ്റെന്തുപേക്ഷിച്ചാലും ഇതാണ് നേടുന്നതെങ്കിൽ എല്ലാം നേടിയാലുള്ള
കൃതാർത്ഥതയായിരിക്കും നമുക്കുണ്ടാവുക. അതിനാൽ നാം ആത്മവിദ്യ അഭ്യസിക്കുക. അതാണ് ഈ ജന്മത്തിൻ്റെ, മാനവജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം. അധ്യാത്മവിദ്യാഭ്യാസത്താൽ അജ്ഞാനം നഷ്ടമാവുക, ശരീരാത്മഭ്രമം നീങ്ങി ബ്രഹ്മാത്മാനുഭവം വരും. ഹരേ കൃഷ്ണ.